എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ വയ്യ എന്റെ ദൈവമേ. ഞാൻ എന്റെ ആങ്ങളുടെ വീട്ടിലേക്ക് പോവാ. അവളെ നീയല്ലേ കെട്ടിയത്, നീ തന്നെ അനുഭവിച്ചോ. എന്തു പറ്റി അമ്മേ? അത് ഞാൻ കലക്കി കൊടുക്കുന്ന പൊടിയുടെ മായാജാലമാടാ. അപ്പോ നിന്റെ കണക്ക് 1.5 ആണോ? എനിക്ക് 1.5 കണക്ക്. 7:30 1.5 തുടങ്ങും, പിന്നെ 1.5, പിന്നെ 1.5, അങ്ങനെ അങ്ങനെ അങ്ങ് പോവും. അളിയ, കുറെ നാളായിട്ട് നിന്നെ ശ്രദ്ധിക്കുന്നു. നിന്റെ ആ പഴയ എടുപ്പ് നടപ്പൊന്നും കാണാനില്ലല്ലോ. ഞാൻ ചോദിക്കുന്നുണ്ട് വേറെ തോന്നരുത്. ഫാമിലി ലൈഫ് അത്ര പന്തിയല്ലല്ലേ. അല്ലെങ്കിലും ആ വേണു ആശാന്റെ ഫാമിലി ഒരു അലവലാതി ഫാമിലി തന്നെ. വിവാഹ ജീവിതം താറുമാറായ പിന്നെ എല്ലാം അലമ്പായി. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് അഹങ്കാരിയാണെങ്കിൽ പിന്നെ എല്ലാം തീർന്നു. ഞാനും പ്രേമിച്ചൊക്കെ തന്നെ കെട്ടിയത്. കുറച്ച് കഴിഞ്ഞപ്പോഴേ അവൾ എന്നെ അങ്ങ് ഭരിക്കാൻ തുടങ്ങി. ഗത്യന്തരം ഇല്ലാതെ വന്നപ്പോഴേ ഞാൻ വണ്ടി വിട്ടോളാൻ പറഞ്ഞു. എന്നുവെച്ചാ ഞാൻ അവളങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞു. 2 പിള്ളേരുണ്ടായിരുന്നു. അതെന്റെ വക ഒരു സംഭാവനയായിട്ട് എടുത്തോളാൻ പറഞ്ഞു. അവള് സംഭാവനയെ സ്വീകരിച്ച് അവളുടെ വീട്ടിലേക്ക് പോയി. ഞാൻ 2ാമതും കെട്ടി. ആദ്യം അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ അവളും തുടങ്ങി. ഇനി അവളെ ഞാൻ ഉപേക്ഷിക്കേണ്ടി വരും. നമുക്ക് ചുമക്കാൻ പറ്റാത്ത വെയിറ്റാണ് തലയിലെങ്കിൽ തട്ടി താഴെ ഇട്ടിട്ട് അവനവന്റെ പാട്ടിന് വെക്കണം. ഞാൻ അറിഞ്ഞിടത്തോളം നിന്റെ ഭാര്യ ശ്രീലക്ഷ്മി ഒരു എടുത്തുചാട്ടക്കാരി അഹങ്കാരിയൊക്കെയാ. അടിച്ച് വെളിയിലാക്കളയാ. നീ എന്റെ പെടിഞ്ഞ വിലയിടുന്നുള്ള നായേ. അവളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ കൊന്നുകളയും ഞാൻ. മേല ഇനി എന്റെ പരിസരത്ത് കണ്ടുപോലും കേട്ടോ. എന്ത് പറയാനാ എന്റെ കോമളം. ഹോ, എന്റെ കുടുംബം അലങ്കോലായി പോയെന്ന് പറഞ്ഞാ മതിയല്ലോ. അതിനൊക്കെ ഭാഗ്യം ചെയ്യണം. നല്ല മരുമോളെ കിട്ടാനേ പുണ്യം ചെയ്യണം. ഓ, ഞാൻ അതിനുള്ള പുണ്യം ഒന്നും ചെയ്തിട്ടില്ല. ഇവരോട് ഇതിനൊക്കെ മറുപടി പറയാൻ പോകുന്നതിനേക്കാൾ ഭേദം മിണ്ടാതിരിക്കുന്നതാ. പക്ഷെ എത്ര നേരം വെച്ചാ കേട്ടിരിക്കുക. ആന്നേ 916 ഇവിടെ വരേണ്ടതായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ചെക്കൻ അവര് വളച്ചെടുത്തില്ലേ. ഹേയ്, ഇപ്പം മുക്കുകൊണ്ടത്തേക്കാൾ കഷ്ടമായി പോയി. അമ്മേ. കോമളം, ഞാൻ പിന്നെ വിളിക്കാം. എടാ, നീ ഇതെവിടെ പോയി ഇത്രയും നേരം? ഇവിടെ ഒരു സമാധാനവും സ്വസ്ഥതയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പുറത്തു പോയിരുന്നതാ. എടാ, മൂത്തവര് ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. നിങ്ങൾക്ക് പോയട്രി അറിയോ? അതെ, ഇതൊരു ഗുണപാഠ കവിതയാ. മൂത്തവര് പറഞ്ഞിട്ട് കേൾക്കാത്തതിന്റെ കുഴപ്പോ ഇതൊക്കെയാന്നാ പറഞ്ഞു വരുന്നേ. കേട്ടാ? എന്താടാ ഒരു രൂക്ഷമണം? നീ പുളിച്ച കള്ളു കുടിച്ചിട്ടുണ്ടോ? അയ്യോ, പുളിച്ച കള്ളൊന്നും അല്ല കുടിച്ചേ. അല്ല, ഒന്നാന്തര സാധനമാ. എടാ മോനെ, നീ വെട്ടിരുമ്പ് പോലത്തെ സാധനമൊന്നും വലിച്ചു കയറ്റല്ലേ. നിന്റെ ചങ്കും കരലും ഒക്കെ വാടി പോവാടാ. കുടിച്ചതിന് ഞാനിപ്പോ എന്ത് വഴക്ക് പറയാനാ? നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിലേ ആത്മഹത്യ ചെയ്യുമായിരുന്നു. ഇത് താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസമാ. ഇതിന്റെ കെട്ടങ്ങ് വിടുമ്പോ ടെൻഷൻ ഇരട്ടിയാവും. ഹരീഷ്, മദ്യപിച്ചായിരുന്നോ? ഞാൻ നല്ലപോലെ മദ്യപിച്ചു. നീ കാരണോ ഞാൻ ഇതൊക്കെ ചെയ്തേ? ഞാൻ കാരണം? അതെ. അല്ല, നീ കാരണമാണെന്ന് ഞാൻ തീർത്തും പറയുന്നില്ല. എന്തായാലും എന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ട് ആഴ്ചകളേറെയായി. ഞാൻ
ഹരീഷിനൊരു സമാധാനക്കേടായോ? എന്റെ ദൈവമേ, ഏ, ദേ, ദേ, ഇവിടെ കിടന്ന് ഇങ്ങനെ കരഞ്ഞു വിളിച്ച് കൂവല്ലേ? ഇത് തന്നെ എന്റെ സമാധാനക്കേട്. സഹിക്കാൻ പറ്റാതെ വരുമ്പോഴേ ഞാൻ കരഞ്ഞു നിൽക്കും. ഓ, അത് കാണാൻ പറ്റാത്തവരെ പുറത്തേക്ക് ഇറങ്ങ്. ചെല്ല്, ചെല്ല്, പോ, പോ. ചെല്ല് അങ്ങോട്ട്. തളൽ. ഇറങ്ങി പോ. അയ്യോ. ഏ, എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ വയ്യ എന്റെ ദൈവമേ. ഞാൻ എന്റെ ആങ്ങളുടെ വീട്ടിലേക്ക് പോവാ. അവളെ നീയല്ലേ കെട്ടിയത്, നീ തന്നെ അനുഭവിച്ചോ. ഇവൾക്ക് എന്ത് പറ്റി അമ്മേ? അത് ഞാൻ കലക്കി കൊടുക്കുന്ന പൊടിയുടെ മായാജാലമാടാ. ചേച്ചി, ആഴ്ചയിൽ എല്ലാ ദിവസവും ശനിയും ഞായറായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ? ആഴ്ചയിലെ എല്ലാ ദിവസവും ശനി ഞായറും ആവോ? എന്ത് മണ്ടൻ ചോദ്യങ്ങളാ നീ ചോദിക്കുന്നേ? ശനി ഞായറും ഹോളിഡേയ്സ് അല്ലേ? ഹോളിഡേയ്സിൽ ചേച്ചിക്ക് സ്കൂളിൽ പോണ്ട. അപ്പൊ എനിക്ക് കളിക്കാൻ കൂട്ടാവല്ലോ എന്ന് കരുതി ചോദിച്ചതാ. ചേച്ചി തനിയെ സ്കൂളിലേക്ക് പോകുന്ന കാണുമ്പോ എനിക്ക് വല്ലാത്ത വിഷമാവും. എന്റെ ചക്കരേ, നിന്നെ ഇപ്പൊ സ്കൂളിലേക്ക് വിടാത്തത് നിനക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ലേ? ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചാ ചേച്ചി എന്നോട് നുണ പറയില്ലല്ലോ? നിന്നോട് എന്തിനാടാ ഞാൻ നുണ പറയുന്നേ? എന്ന് ഞാൻ ചോദിക്കട്ടെ? നീ ചോദിക്കേ. എനിക്ക് ഹാർട്ട് ഡിസീസ് ആണെന്നല്ലേ പറഞ്ഞത്? ഈ ഹൃദയത്തിന് അസുഖം വന്നാ പെട്ടെന്ന് മരിച്ചുവോ ചേച്ചി? തേജു, ഇങ്ങനെയൊന്നും പറയല്ലേ. മാമ്പഴം വീണു. തേജു, ഓടല്ലേ, നിനക്ക് സുഖമില്ലാത്തതാ. പിന്നെ രാത്രിയും. അപ്പൂപ്പ, എന്താ മോനെ ഇത്? ഓടരുതെന്ന് പറഞ്ഞല്ലേ? മോളെ സംയുക്തേ, ദാ വരുന്നു. ആ, നിന്നോട് ഓടരുതെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ ഓടുന്നേ? ദാ പിടിക്ക്. രണ്ടുപേരും അകത്തേക്കല്ലേ? വാ ചേച്ചി. മോളെ, അവന് സുഖമില്ലെന്ന കാര്യം വിളിച്ചു പറയരുതെന്ന് ഞാൻ മോളോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ? മേലാ പറയരുത് കേട്ടോ. ഇല്ല അപ്പൂപ്പ. ആ, പോക്കോ. ആഹാ, ഇതെന്താ അപ്പൂപ്പ, നേരത്തെ നടയടച്ചോ? നട നേരത്തെ ഒന്നും അടച്ചല്ല. സമയം എന്തായെന്ന് നീ ഒന്ന് നോക്ക്. അംബികാവർമ്മയല്ലേ ആ വരുന്നത്?